അസ്സലാമലൈക്കും, വെൽക്കം ടു ഉമ്മാസ് കിച്ചൻ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുഴലപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ അതിനുള്ള ആവശ്യമായ ചേരുവകളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം. 1.5 കപ്പ് അരിപ്പൊടി ചെറുതായിട്ടൊന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട്. 1/2 കപ്പ് തേങ്ങ, 4 പച്ചമുളക്, എള്ള് 1 ടേബിൾ സ്പൂൺ, 10 ചെറിയ ഉള്ളി, വെളുത്തുള്ളി 5 അല്ലി, 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം. നമുക്ക് തേങ്ങ, പച്ചമുളക്, ജീരകം, വെളുത്തുള്ളി, ചെറിയ ഉള്ളി എല്ലാം കൂടി മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. നമുക്ക് ഇതിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ അരിപ്പൊടിയിലേക്ക് നമ്മൾ അരച്ച് വെച്ച കൂട്ട് ഇടാം. നേരത്തെ മാറ്റി വെച്ച എള്ള് കൂടി നമ്മൾക്ക് ഇതിലിട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് നമുക്ക് ഇളക്കിയെടുക്കാം. നന്നായിട്ട് ഇത് നമുക്ക് ചാമ്പി എടുക്കേണ്ട ആവശ്യമുണ്ട്. ഇനി കുഴലപ്പത്തിൻ്റെ ഷേപ്പ് ഉണ്ടാക്കലാണ്. അതിനു വേണ്ടി ഞാൻ പ്രസ് എടുത്തിട്ടുണ്ട്. നമ്മളെ കുഴലപ്പം പ്രസ്സുമ്മേൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ഞാനിവിടെ ഗ്ലാസ് പേപ്പർ എടുത്തിട്ടുണ്ട്. 2 ഗ്ലാസ് പേപ്പറാണ് വേണ്ടത്. ഇനി 2 ഗ്ലാസ് പേപ്പറുമ്മേൽ എണ്ണ പുരട്ടിയിട്ട് പ്രസ്സുമ്മേൽ 2 ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ നേരത്തെ ചാമ്പി റെഡിയാക്കിയ മാവിൽ നിന്ന് ഓരോ ഉരുളകളാക്കി പത്തിരി പോലെ പരത്തിയെടുക്കണം. നേരത്തെ നമ്മൾ ഗ്ലാസ് പേപ്പർ പ്രസ്സിന് മേലെ വെച്ചതുകൊണ്ട് നമ്മളെ പൊടി എവിടെയും ഒട്ടിപ്പിടിച്ചിട്ടില്ല. നന്നായി പരന്ന് വന്നിട്ടുണ്ട്. കുഴലപ്പത്തിൻ്റെ ആകൃതിയിൽ വേണമെങ്കിൽ 2 ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ എടുത്ത മാവിൻ്റെ ബോൾ അത്യാവശ്യം വലിപ്പമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പരത്തിയപ്പോൾ മാവ് അത്യാവശ്യം വലുതായിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കുന്ന മാവിൻ്റെ ബോൾസ് കട്ട് കുറച്ചെടുക്കാം. ഞാനിവിടെ കുഴലപ്പത്തിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടി ഒരു കുഴല എടുത്തിട്ടുണ്ട്. ഞാനിവിടെ കുഴലിൻ്റെ മേലെ ഗ്ലാസ് പേപ്പർ ചുറ്റി വെച്ചിട്ടുണ്ട്. നമുക്കതിൻ്റെ മേലെ കുറച്ച് എണ്ണ പുരട്ടി വെക്കാം. അത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ കുഴലപ്പം കറക്റ്റ് ഷേപ്പായി കിട്ടാൻ വേണ്ടിയാണ്. ഏകദേശം കുഴൽ മാവിൻ്റെ നടുവശത്താക്കി വെച്ചിട്ടുണ്ട്. കുഴലുമേൽ മാവ് ഒട്ടിച്ച് ചുറ്റിയെടുക്കണം. ഇവിടെ ഗ്ലാസ് പേപ്പർ വെച്ചതുകൊണ്ട് നമുക്ക് നല്ലതുപോലെ ഈസിയായി ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവിൽ നിന്ന് ഗ്ലാസ് പേപ്പർ മാറ്റിയതിന് ശേഷം നമ്മൾ കൈകൊണ്ട് നല്ല ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഈ കുഴലിൽ നിന്ന് മാവ് എടുക്കുമ്പോൾ ശ്രദ്ധിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ കുഴലപ്പം നല്ല കറക്റ്റ് ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് കുഴലപ്പത്തിൻ്റെ ഷേപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നല്ലതുപോലെ തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഇനി കുഴലപ്പം പൊരിച്ചെടുക്കാം. തീ കുറച്ച് വെക്കുന്നതാണ് നല്ലത്. അധികം മൂത്ത് പോവാതെ പാകത്തിന് പൊരിച്ചെടുക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ നമ്മുടെ കുഴലപ്പം റെഡിയായി കഴിഞ്ഞു. ഇതെല്ലാവർക്കും വീട്ടിലുണ്ടാക്കാൻ പറ്റിയ സിമ്പിളായ ഒരു റെസിപ്പിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.